പ്രേയിങ് കേരള എന്നുള്ള ഒരു പരിപാടി കണ്ടു. അതിലെനിക്ക് വളരെ ആത്മീയമായ ഒരു ഉണർവ് എനിക്ക് ലഭിച്ചു. I started day with Praying Kerala. It has been a blessing to my life. ലോൺ അപേക്ഷിച്ചാൽ പ്രേയിങ് കേരള വിളിച്ചു പറഞ്ഞ ഉടനെ അത് 2 ദിവസത്തിനുള്ളിൽ കിട്ടി. ഞാൻ ആ പ്രേയർ കേരളയുടെ പ്രാർത്ഥന കണ്ടു. അന്നോട്ട് എനിക്ക് വലിയ വിശ്വാസമായി. അങ്കിളിന് ഹെപ്പറ്റൈറ്റിസ് ബി കൂടി മരിച്ചു പോകുന്ന ഡോക്ടർമാരെല്ലാം പറഞ്ഞതാ. ഒരു 1.5 മാസം കിടക്കണമെന്ന് പറഞ്ഞ കേസ് 14 ദിവസം പോലും എടുത്തില്ല. ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. 6 മണിയാവാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് TV ട്യൂൺ ചെയ്യാൻ. Let's sing together. Hallelujah. Let the nation sing hallelujah. 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 ആ 2 കരങ്ങളും ഉയർത്തി എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. Jesus, we thank you, Lord. ശക്തിയോടെ ഈ പ്രഭാതത്തിൽ പ്രഭാതത്തിൽ ഞങ്ങളോട് മുന്നിൽ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, വന്ദനം അറിയിക്കുന്നു. Yes, we want to say welcome to the family of Praying Kerala and Praying India. You are so important to Jesus and you are important to us. So let's worship the Lord together. Let's lift our hands to the Lord and sing hallelujah. Great things in store for us. Do not let your heart be troubled. Only trust in Jesus. And He knows how to solve all our issues. And He knows how to bless each of us with His abundant life. നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകാതെ യേശുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഏത് പ്രതിസന്ധിയെയും അത് നമ്മിൽ നിന്ന് മാറ്റിത്തരികയോ അത് മറികടക്കുവാനുള്ള കൃപ നൽകുകയോ ചെയ്യുവാൻ യേശു സർവശക്തനായ ദൈവമാകിയാൽ ആ 2 കരങ്ങളും ഉയർത്തി വാഴ്ചയുടെ അവസാന പ്രവൃത്തി ദിവസത്തിൽ 2 കരങ്ങളും ഉയർത്തി, കർത്താവേ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു.
Thank you, Lord. Thank you, Lord. Thank you, Jesus. എല്ലാ നാവുകളും തുറന്ന് യേശുവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവേ സ്തോത്രം. Thank you, Jesus. Let's all praise His holy name. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Lord. Thank you, Jesus. Thank you, Jesus. Oh, hallelujah. Hallelujah. In every home, everyone joining us from different hospitals, everyone joining us from different nations, everyone joining us from different offices, let's all lift our holy hands and worship. Hallelujah. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇന്ന് ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കേണ്ടത് പ്രസക്തമാണെങ്കിലും അതിൻ്റെ 7, 8, 9, 10 വാക്യങ്ങൾ ഒന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് 2 മുങ്ങുമാറാകോളം നിറച്ചു. ഷീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു, കർത്താവേ, ഞാൻ പാപിയായൊരു മനുഷ്യൻ ആകുകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോട് കൂടിയുള്ളവർക്കും എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. Here we see somebody who says, I don't have anything or I couldn't make anything. എനിക്കൊന്നും ഇല്ല എന്നും എനിക്കൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നും പറയുന്ന ഒരു കൂട്ടം ആൾക്കാരെ കാണുന്നു. But what Jesus did for them is an unexpected blessings into their lives. അപ്രതീക്ഷിതമായ ഒരു നിറവ് കൊണ്ട്, അനുഗ്രഹം കൊണ്ട് കർത്താവ് അവരെ നിറച്ചു. ഇന്ന് ധാരാളം പ്രാർത്ഥന വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. സോ വിശദമായി സംസാരിക്കുവാൻ ഞാൻ സമയമെടുക്കാതെ ഇത്രയും ഇങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ. ഈ ആഴ്ചയുടെ അവസാന ദിവസമാകുമ്പോഴേക്ക് വലിയ പ്രതീക്ഷകളോടുകൂടെ തിങ്കളാഴ്ച മുതൽ അധ്വാനിച്ചു. പക്ഷെ ഇന്ന് നിൽക്കുമ്പോഴും ഒന്നുമില്ല എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലൂടെ ആകാം താങ്കൾ കടന്നു പോകുന്നത്. അല്ലെങ്കിൽ അധ്വാനിച്ചതിൻ്റെ പ്രതീക്ഷിച്ച ഫലമില്ലാതെ കടന്നു പോകുന്ന ഒരു ജീവിതമാകാം. ഇന്ന് തീർച്ചയായിട്ടും Gospel of Luke chapter 5 verses 1 through 12 ദയവായി I would encourage everyone to go through that portion. Somebody who said, Lord, I don't have anything. I know how to make, but I don't have anything. And I couldn't make anything, though I tried. ഞാൻ പരിശ്രമിച്ചിട്ടും എനിക്കൊന്നും നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. What Jesus did for them was an unexpected miracle in their life. അപ്രതീക്ഷിതമായൊരു നിറവ് കൊണ്ട് യേശു അവരെ നിറച്ചു. പാസ്റ്റർ, ആ യേശു ഇന്ന് 10,000 നിറയ്ക്കാൻ പോകും. പാസ്റ്റർ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോകുക. ആ 2 കരങ്ങളും ഉയർത്തി കഴിയുമെങ്കിൽ ഓടിയ സ്ക്രീനിലേക്ക് വന്നുകൊണ്ട് സ്പർശിച്ചുകൊണ്ട് പറഞ്ഞ്, ലോർഡ്, I need an unexpected miracle in my life. ഒരു അത്ഭുതകരമായ അത്ഭുതം എനിക്ക് വേണം. അപ്രതീക്ഷിതമായൊരു വിടുതൽ എനിക്ക് വേണം. അപ്രതീക്ഷിതമായൊരു നിറവ് എനിക്ക് വേണം. Yes, Lord. Oh, Jesus. God wants to make you a blessing. And He wants to bless you. Yes, Lord. Jesus, when He blesses, He blesses us with abundant life. Who is that person praying this morning? Lord Jesus, here I am, totally a failure, but I need you, Lord. കർത്താവേ, ഞാനൊരു പരാജയമാണ്, എനിക്ക് എങ്ങും എത്തിച്ചേരാൻ കഴിയുന്നില്ല. എൻ്റെ ജീവിതത്തെ അവിടുന്ന് നിറയ്ക്കണമേ. എനിക്കങ്ങേ ആവശ്യമുണ്ട്.
കഴിയുമെങ്കിൽ ഓടി എഴുന്നേറ്റ് വന്ന സ്ക്രീനിൽ തൊട്ടുകൊണ്ട് ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുക. ഞാൻ അനുഭവത്തോടെ പറയട്ടെ, ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ 10,000-ങ്ങളെ യേശു വിടുവിക്കുന്നു. ഇന്ന് താങ്കളുടെ വിടുതലിൻ്റെ ദിവസമാണ്. വേഗം വേഗം കരങ്ങളെ ഉയർത്തി ദൈവത്തിൻ്റെ സന്നി പ്രാർത്ഥിക്കുമ്പോൾ പാസ്റ്റർ സിനു നമുക്കായി പ്രാർത്ഥിക്കാം. താങ്ക് യു ലോർഡ്. കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ നിന്റെ നാമത്തെ ആരാധിക്കുന്നു, നിന്റെ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, കർത്താവേ, നഷ്ടങ്ങളെ കർത്താവേ ഹാല അതിൽ ജീവിപ്പാനല്ല നീ ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു, ഒരു നിറവിനെ തരുവാൻ ആഗ്രഹിക്കുന്ന കർത്താവേ, അങ്ങനെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രേം കേരള കുടുംബങ്ങൾ ഓരോരുത്തരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനി നഷ്ടബോധത്തില്ല കർത്താവ്, ജീവിപ്പാനല്ല കർത്താവേ, നീ നിറയ്ക്കുന്ന ആ വലിയ നിറവ് അവരുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ വലിയ നിറവ് ഓരോരുത്തരും ജീവിതത്തിൽ ഉണ്ടാകട്ടെ, അവരുടെ കുടുംബത്തിന്മേൽ ഉണ്ടാകട്ടെ, അവരുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും ഉണ്ടാകുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ സകല നിറവിനോളം നിറഞ്ഞു വരേണ്ടതിനായി ഞങ്ങൾ നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഇന്ന് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെ മേൽ അനുഗ്രഹം വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നഷ്ടങ്ങൾ മാറട്ടെ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സകലവും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ പിതാവേ. സുഗന്ധി നാലാഞ്ചിറ എന്ന് വിളിച്ചിരിക്കുന്നു. ലിവറിൽ ഒരു മുഴയുണ്ട്. രാത്രിയിൽ നെഞ്ചുവേദന, തലകറക്കണം, വയറ്റിൽ വേദന, പൂർണ്ണ സൗഖ്യം വേണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ലിവറിലെ വേദനകൾ മാറട്ടെ, എല്ലാ ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളും പൂർണ്ണമായിട്ട് ഭേദമാകട്ടെ, പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവ് മറുപടി സ്തോത്രം ചെയ്യുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. സൂസൻ കോട്ടയത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. മകൾ സാറായിക്ക് ഇന്ന് 5ാമത്തെ ബർത്ത്ഡേ ആണ്. പല്ലിന് വേദനയാൽ ഭാരപ്പെടുന്നു. പരിശുദ്ധ കർത്താവേ, ഞങ്ങൾ ഈ കുഞ്ഞിനെ നിന്റെ പാദപീഠത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ഇടയാകട്ടെ. കർത്താവിന്റെ കൃപ കൊണ്ട് തന്റെ പൈതലിനെ മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർക്ക് ദീർഘായുസ്സും ബലവും ഞങ്ങൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മീയ അനുഗ്രഹങ്ങളാൽ പൈതലിനെ നിറച്ച ഈ കാലഘട്ടത്തിന് വേണ്ടി നിൽക്കുവാൻ തക്കവണ്ണം ഉള്ള പ്രാപ്തി അവളിൽ വെളിപ്പെട്ടു വരുവാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇപ്പോൾ ആ പല്ലിന്റെ വേദന പൂർണ്ണമായി മാറിപ്പോകട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. സോമൻ നെയ്യാറ്റിൻകര വിളിച്ചിരിക്കുന്നു. ഷുഗർ, കൊളസ്ട്രോൾ, ഇടത് കൈക്ക് വേദന സൗഖ്യമാക്കുന്ന കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഈ സഹോദരന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് കരം തൊട്ട് പൂർണ്ണ സൗഖ്യം കൊടുക്കുന്നതിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഹൈവി കാട്ടാക്കടയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. ചേച്ചിയുടെ ഭർത്താവിന് ക്യാൻസറാൽ ഭാരപ്പെടുന്നു, കടഭാരമുണ്ട്. പരിശുദ്ധ കർത്താവേ, ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന വചനത്തെ നിന്റെ മകനിലേക്ക് ഞങ്ങൾ അയച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പൂർണ്ണ സൗഖ്യത്തെ ഇവിടുന്ന് പ്രദാനം ചെയ്ത് ആരോഗ്യവാനായി എഴുന്നേറ്റ് നിൽക്കുവാനിടയാക്കേണ്ടതിന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കടബാധ്യതകളെ വീട്ടുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ കലവറ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നന്മ കൊണ്ടവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം കണ്ടാനന്ദിപ്പാനിടയാക്കും, യേശുവിൻ നാമത്തിൽ പ്രിയപിതാവേ. പ്രക്ഷോഭ കടക്കാവൂർന്ന് വിളിച്ചിരിക്കുന്നു. തൈറോയ്ഡ്, ശരീരം മുഴുവൻ വേദനയാണ്. കർത്താവായ യേശുവിന്റെ നാമത്തിന്റെ സഹോദരിക്ക് വേണ്ടി കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് കർത്താവ് ഒരു പൂർണ്ണ സൗഖ്യം കൊടുക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കരം തൊട്ട് പൂർണ്ണ സൗഖ്യം കൊടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. അരുൺ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. പിതാവിന് കേൾവിക്കുറവ്, ആക്സിഡന്റ് മൂലം കൈ ഒടിഞ്ഞു. പരിശുദ്ധ കർത്താവെ, ഞങ്ങൾ ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ പിതാവിന്റെ ചെവി തുറന്നു വരട്ടെ, ആരോഗ്യമുള്ളൊരു മനസ്സും ഹൃദയവും കൊടുത്താട്ടെ, ദൈവകൃപയിൽ മറഞ്ഞിരിപ്പാനിടയാകട്ടെ. ആ കർത്താവെ, കൈകളുടെ അസ്ഥികൾ യഥാസ്ഥാനപ്പെടട്ടെ, ദൈവത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ, നന്മകളാൽ തിന്മയെ ജയിപ്പാനിടയാകട്ടെ, യേശുവിൻ നാമത്തിൽ പ്രിയപിതാവേ. സൗദിയിലേക്ക് ഒരു ഡോക്യുമെന്റ്സ് അയക്കുന്നതിന് മുൻപ് പ്രാർത്ഥിക്കുന്ന കേരളത്തിലേക്ക് വിളിച്ച് പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് അത് അങ്ങോട്ട് അയച്ചത്. അത് അവിടെ ലഭിച്ചു, പ്രൊമോഷൻ ലഭിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു. പ്രൊമോഷൻ ലഭിച്ചെന്നുള്ള വാർത്ത നമ്മളെ അറിയിച്ചിരിക്കുന്നത് കണ്ണൂരിൽ നിന്ന് നീന അറിയിച്ചിരിക്കുന്നത്. അതുപോലെ ട്രിവാൻഡ്രത്തുനിന്ന് സെൽവം വിളിച്ച് പറഞ്ഞിരിക്കുന്നത്. സെൽവം വിളിച്ച് ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. ഭർത്താവിൻ്റെ മദ്യപാനം മാറേണ്ടതിന് വേണ്ടിയാണ് മെയിനായിട്ട് പ്രാർത്ഥിച്ചത്. അത് കഴിഞ്ഞ് ഇതുവരെയും ഭർത്താവ് മദ്യപിക്കുന്നില്ല എന്നുള്ള വാർത്തയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. അനേകർ അവരുടെ സഹോദരങ്ങൾ, പിതാക്കന്മാർ മദ്യപാനത്തിൽ നിന്ന് മാറേണ്ടതിന് വേണ്ടി നമ്മുടെ പ്രാർത്ഥന വെച്ച് നമ്മൾ ഒന്നിച്ച് ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നത്. പാസ്റ്റർ രാജ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇനി മദ്യപാനത്തിൽ തകർന്ന കുടുംബത്തിന്മേൽ ദൈവത്തിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തി വെളിപ്പെടേണ്ടതിനായി അവർ മദ്യത്തിൽ ഇനി ആശ്രയിക്കേണ്ടത് യേശുവിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുക. ദൈവത്തിന് കൃപ അവരുടെ മേൽ വ്യാപരിക്കേണ്ട. അതുപോലെ തന്നെ ചേട്ടന് പനി, വസ്തു വിൽക്കണം, ഭവനം വേണം, സ്വന്തമായിട്ടൊരു ഭവനം വേണം. അതിനുവേണ്ടി പാസ്റ്റർ രാജൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. பரலோக பிதாவே, இந்த நல்ல நேரத்துக்காய் நாங்கள் உமக்கு நன்றி செலுத்துகிறோம் ஆண்டவரே. இந்த நாளிலே கர்த்தரை ஆராதிக்கிறோம், மகிமைப்படுத்துகிறோம் ஆண்டவரே. ஆண்டவரே, மத்தியபானத்தில் அடிமைப்பட்டிருக்கிற நம்முடைய பிள்ளைகளுக்காய் செபிக்கிறோம் ஆண்டவரே. இப்பொழுது அந்த மத்தியபானத்தில் இருந்து ஒரு பரிபூர்ண விடுதலை உண்டாகும்படியாக
இயேசுவின் நாமத்தில் நாங்கள் ஜெபிக்கிறோம் ஆண்டவரே. பவனம் இல்லாதவர்களுக்கு கர்த்தர் இந்த நாளிலே ஒரு வீட்டை கொடுக்கும்படியா நாங்கள் ஜெபிக்கிறோம் ஆண்டவரே. சொத்து விவகாரத்திலே ஆண்டவரே பாரப்பட்டிருக்கிற பிள்ளைகளுக்காக ஜெபிக்கிறோம். இயேசுவின் நாமத்தினாலே அவருடைய எல்லா பாரங்கள் மாறுவதாக. டாக்குமெண்ட்டுக்காய் காத்திருக்கிற பிள்ளைகளுக்கு ஒரு நல்ல டாக்குமெண்ட், பெரிய ஒரு ரிலீஸ் உண்டாகட்டும் என்று சொல்லி இயேசுவின் நாமத்தில் நாங்கள் ஜெபிக்கிறோம் நல்ல பிதாவே, ആമേൻ. ജഡം കിട്ടിയില്ലായിരുന്നു. പ്രാർത്ഥന കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ശവശരീരം ലഭിക്കുകയും ഇന്നലെ അത് അടക്കം ചെയ്യുകയും ചെയ്തു. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. മകൾ SSLC എക്സാം ജയിക്കണം, മകൻ +2 പഠിക്കും, നല്ലതുപോലെ പഠിക്കുവാനുള്ള കഴിവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ലത പൊഴിയൂർന്നതാണ് ഈ വിവരം അറിയിച്ചിരിക്കുന്നത്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കടലിലെ വിവിധ തുറകളിൽ ജോലി ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. കേരളത്തില് ഒരു കുഞ്ഞു പോലും അനർത്ഥങ്ങളിൽ പെടാതെ ദൈവം അവരെ സൂക്ഷിക്കേണ്ടതിന് നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ തന്നെ 2 കരങ്ങൾ ഉയർത്തി ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, സ്വകാര്യ മേഖലകളിൽ, ഗവൺമെന്റ് മേഖലകളിൽ, വിവിധ സെക്ടറുകളിൽ ജോലി ചെയ്യുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവിടുന്ന് അവരെ സംരക്ഷിക്കണമേ. കർത്താവിൻ്റെ കരം കൂടെ ഇരിക്കണമേ. ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കരം അവർക്ക് വേണ്ടി നീട്ടണം. ദൈവിക ദൂതന്മാരുടെ കാവൽ ഇപ്പോൾ തന്നെ ഓരോരുത്തർക്കും ഓരോ മേഖലയിലും ഉണ്ടാകട്ടെ. മഹത്വം മുഴുവൻ യേശുവേ അങ്ങയ്ക്ക് തന്നെ തരുന്നു, യേശുവിൻ്റെ നാമത്തിൽ പിതാവേ. Pastor Ivan, thank you so much for being with us all this week, and it was such a wonderful time that we had together in the conference. ഈ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്ന 10 പേരുടെ ഒരു ടീമും ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമായിരുന്നു. ഞങ്ങൾക്ക് പങ്കെടുത്തവർക്കും ശുശ്രൂഷിച്ചവർക്കും എല്ലാവർക്കും വളരെ അനുഗ്രഹത്തിൻ്റെ ദിവസമായിരുന്നു. Pastor, I'm sure you got a prayer request. Could you read it and let's pray for it? And I'm going to pray for Ashley, the age of 59. He suffered a major road accident and now is recovering from hip dislocation. Requires a walker to move about. Pray for the recovery. Yes. This morning we're going to pray for Ashley Nicholas for the complete recovery through the hand of Almighty God. And I also want to pray for all the other people that have met with an accident. We're going to pray for them this morning. ഈ പകൽ ആഷ്ലി 59 വയസ്സ് ആക്സിഡന്റ് നിമിത്തം വളരെയധികമായി ക്ലേശിക്കുന്നു. പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് റിക്വസ്റ്റ് വന്നിട്ടുണ്ട് മദ്രാസിൽ നിന്ന്. അത് മാത്രമല്ല, ഇന്ന് ആക്സിഡന്റ് നിമിത്തം തല മുതൽ പാദം വരെ തളർന്നു പോയ ആളുകളുണ്ട്, കെടുതിയിലൂടെ പോകുന്നവരുണ്ട്, ഒരു തരത്തിലും സൗഖ്യമാകത്തില്ല എന്ന് വിധി പറയപ്പെട്ട ആളുകളുണ്ട്. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ സമ്പൂർണമായ സൗഖ്യം ആ ജീവിതങ്ങൾക്ക് ഉണ്ടാകേണ്ടത് യേശുവിൽ വിശ്വസിക്കുന്നതിന് അടയാളമായി 2 കരങ്ങളും ഉയർത്തി ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, Pastor Ivan. Gracious God and Heavenly Father, this morning we count it a joy, a privilege and honor to call upon your name, Abba, Father, this morning. God Almighty, this morning, as we bring to you this morning, Lord, Ashley Nicholas this morning from Madras, at the age of 59, Father, that he met an accident. And God, in the name of Jesus Christ, like your word says, Lord, that by your stripes Ashley shall be healed. Father, we pray this morning in Jesus' mighty name. In the name of Jesus, Lord, you said in your word, in the book of Joel 2:25, you will restore that which the cankerworm, the palmer worm, the locust and the caterpillar. We pray for Ashley, Father, for complete healing in the name of Jesus Christ. And by your stripes this morning, that is your word over Ashley this morning, that God, you would heal him completely for your name's sake, oh God, this morning. Thank you, God. Even at this time, we pray for all the other accidents, Lord. People that have met with an accident this morning, Lord, your hand be upon them. You touch them. You minister to them. You be with them, Father. We thank you that you are a miracle working God. We believe in you. We trust in you. We thank you for your hand of restoration, Father, over those ones that have met with an accident, whoever they are, wherever they are this morning, Father. We pray this morning through the power of the Holy Ghost that your hand be upon them. Be with them. Restore them, God. Lord, we pray because we believe and we trust you. And by your stripes they shall be healed. In Jesus' mighty name. Amen. Thank you, Lord. Thank you, Pastor. Thank you. തിരുവല്ലയിൽ നിന്നും ജൂലി വിളിച്ചിരിക്കുന്നു. ജയരാജ, യൂറിൻ വോമിറ്റിങ്, വേദനയാൽ ഭാരപ്പെടുന്നു, വോമിറ്റിങ്, പനിയാൽ കൂടെയുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഞങ്ങൾ ജയരാജനായി പ്രാർത്ഥിക്കുമ്പോൾ
ശരീരത്തിന് വേണ്ട സൗഖ്യത്തെ നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവിക കൃപയാൽ നിറയ്ക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദേവി വലിയ തുറയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. വർഗീസ് ഹസ്ബൻഡിന്റെ മദ്യപാനം, കുടുംബസമാധാനമില്ല. പരിശുദ്ധ കർത്താവെ, ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിന്റെ ആസക്തികൾ കർത്താവെ ആ മകന്റെ ശരീരാത്മതയ്ക്ക് വിട്ട് പുറത്തു പോകട്ടെ. ദൈവകൃപയിലേക്ക് മടങ്ങി വരുവാൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആ കുടുംബം സ്വസ്ഥതയും സമാധാനവും അനുഭവിപ്പാൻ ഇടയാക്കണം. യേശുവിൻ നാമത്തിൽ പ്രിയപിതാവേ. എറണാകുളത്ത് നിന്നും ശാന്തമ്മ വിളിച്ചിരിക്കുന്നു. ഷോൾഡറിന് വേദനയുണ്ട്, മുട്ടിന് തേയ്മാനം, പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ശാന്തമയ്ക്കായി പ്രാർത്ഥിക്കുമ്പോൾ ആ ശരീരത്തിന് വേണ്ട ദൈവിക കൃപകളെ നിറയണം. ആ ഷോൾഡറിന് വേദനകൾ മാറട്ടെ കർത്താവ്. സൗഖ്യം ജീവിതത്തിന് ലഭിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സെൽവി ആലപ്പുഴയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. 14 വർഷമായി ഹസ്ബൻഡ് ഗൾഫിലാണ്. ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. കടഭാരമുണ്ട്, മക്കൾ പഠിക്കുന്നു. പരിശുദ്ധ കർത്താവെ, ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാ. കർത്താവെ, ആ കുടുംബത്തിന് നാഥനായിരുന്ന ദൈവിക പ്രവൃത്തി കുടുംബത്തിൽ വെളിപ്പെടുത്തേണ്ടതിന് സുബോധം വരുത്തി നിന്റെ മകനെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദുഷ്ടന്റെ സകല തന്ത്രങ്ങളും ആ കുടുംബം വിട്ട് പുറത്തു പോകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിപ്പാൻ ഞങ്ങളെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം അത് തൊട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ പ്രിയപിതാവേ. ആമേൻ. വെള്ളനാട് നിന്ന് പുഷ്പ ഭായി വിളിച്ചിരിക്കുന്നു. മകളും മരുമകനും അഭിപ്രായ വ്യത്യാസത്തിൽ തുടർന്നു പോകുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ആ കുടുംബത്തിൽ ഉള്ള ഓർത്തിക്കായി പ്രാർത്ഥിക്കുന്നു. അവർ ദൈവിക ഐക്യത്തിൽ മുന്നേറുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. കർത്താവരുടെ കുടുംബത്തിലുള്ള എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറട്ടെ. ജീവിതങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹത്വം, ദൈവിക വിശ്വാസത്തിൽ ആ ജീവിതങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ. ആമേൻ. സോണിയ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. മകൻ ക്രിസ്റ്റി 6 മാസമായി ചുമയും ജലദോഷവുമായിട്ട് ഭാരപ്പെടുന്നു. മരുന്ന് കൊടുത്തിട്ട് കുറയുന്നില്ല, വിട്ടുവിട്ട് പനി വരുന്നു. പരിശുദ്ധ കർത്താവെ, ഞങ്ങൾ ഈ പൈതലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അടിപ്പിണരുകളാൽ തന്റെ പൈതലിന് ഇപ്പോൾ തന്നെ സൗഖ്യമുണ്ടാകട്ടെ. ഇനി മേലാൽ ആ അസ്വസ്ഥത അവന്റെ ശരീരത്തിൽ അലട്ടുവാൻ അനുവദിക്കാതെ പൂർണ്ണ സൗഖ്യത്തെ ഞങ്ങൾ കൽപ്പിക്കുന്നു. പിതാവ് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഭയങ്കരമായി വരുന്ന നിങ്ങളുടെ ഓരോ വിഷയങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ എപ്പോഴും ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വിഷയങ്ങൾ ഏതുമാകട്ടെ, രോഗത്താൽ ഭാരപ്പെടുകയാണോ, സാമ്പത്തികമായ കെടുതികളിൽ കൂടി കടന്നുപോവുകയാണോ, മക്കളെ കുറിച്ച് നിങ്ങൾ ഭാരപ്പെടുന്നോ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നോ, തലമുറയില്ലാതെ ഭാരപ്പെടുന്നോ, വിഷയം ഏതുമായാലും പരിഹാരം ഒന്ന് മാത്രമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. എന്തിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം അതാണ്. ഇന്ന് അനേകർ വിളിച്ചു പറയുന്നു രോഗത്താൽ ഭാരപ്പെടുന്നവർ. ലില്ലി ട്രിവാൻഡ്രത്ത് വിളിച്ചിരിക്കുന്നു. കൊച്ചുമക്കളായ സിബിനെ ലിബി പനിയാൽ ഭാരപ്പെടുന്നു. സഹോദരൻ ജിജുവിന് പനിയാണ്. അതുപോലെ മാത്യു ഫിലിപ്പ് മാവേലിക്കർ എന്ന് വിളിച്ചു വരുന്നു. ലിവറിൽ കിഡ്നി പ്രോബ്ലമാണ്, ലിവറിന് പ്രോബ്ലമുണ്ട്, കിഡ്നി പ്രോബ്ലമുണ്ട്, ശ്വാസം മുട്ടലുണ്ട്, ഉറക്കക്കുറവാണ്. അതുപോലെ അനേക രോഗത്തെക്കുറിച്ച് വിളിച്ചു പറയുകയാണ്. രോഗികളായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈ പ്രേയറിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നമുക്ക് ഒരുപോലെ പ്രാർത്ഥിക്കാം. കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, എൻ്റെ അടുക്ക വരുന്നവരെ ഞാൻ ഒരു നാളും തള്ളിക്കളയത്തില്ല. കർത്താവ്, ഈ വിഷയമായി ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വിഷയങ്ങൾക്ക് വേണ്ടി പാസ്റ്റർ സീനു പ്രാർത്ഥിക്കുന്നതായിരിക്കും. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഒരു രോഗികളെ മകളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ സൗഖ്യം അവരുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പനിയാൽ ഭാരപ്പെടുന്ന ആ കുഞ്ഞുങ്ങളെ അങ്ങനെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പനിയാൽ ഭാരപ്പെടുന്ന ഓരോരുത്തരും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ആ ലിവർ കംപ്ലൈന്റിനാൽ ഭാരപ്പെടുന്ന ആ സഹോദരനെ, കിഡ്നി പ്രോബ്ലത്താൽ ഭാരപ്പെടുന്ന സഹോദരനെ ഇപ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം അവിടെ സംഭവിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗത്തിലെ ദൈവമേ, നീ അതങ്ങനെ ചെയ്യുന്നതിനെ ഞങ്ങൾ നന്ദി പറയുകയാണ്. യേശുവിൻ നാമത്തിൽ തന്നെ. 6:30 പ്രേയിങ് കേരള പങ്കെടുക്കുന്ന ധാരാളം ആളുകൾ ജോലിക്ക് പോകേണ്ടതുകൊണ്ട് അവർ പോകാനുള്ള ക്രമീകരണത്തിലേക്ക് മാറാറുണ്ട്. ഇന്ന് താങ്കളുടെ ജോലിയിൽ, താങ്കളുടെ അധ്വാനത്തിൽ, താങ്കളുടെ ബിസിനസ് മേഖലയിൽ എല്ലായിടത്തും സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. പല പ്രിയപ്പെട്ടവരും ഇവിടെ വിളിച്ചു പറയുന്നു, വേറൊരു പകലെങ്കിലും ഒരു കുറച്ച് സമയം ഈ പ്രാർത്ഥന വരുമോ? നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗത്തിലെ ദൈവം സകലതും ഭംഗിയാക്കട്ടെ. വളരെ ഭാരിച്ച് ചിലവേറിയൊരു ശുശ്രൂഷയാണ് ഈ നടക്കുന്നത്. താങ്കളുടെ പ്രാർത്ഥന, ഇത്രത്തോളം താങ്കളുടെ സഹകരണം ഞങ്ങൾ വളരെ അനുഗ്രഹമായിരുന്നു. ലില്ലി എന്ന സഹോദരി വിളിച്ചു പറഞ്ഞിരിക്കുന്ന മകള് പനി കൂടി വളരെയധികമായി വിഷമിക്കുമ്പോൾ, മരുന്ന് കഴിച്ചിട്ടും സൗഖ്യമില്ലാതിരിക്കുമ്പോൾ പ്രാർത്ഥന കേരളത്തിൽ വിളിച്ചു പ്രാർത്ഥിച്ചു. യേശു കർത്താവ് ഉടൻ തന്നെ സൗഖ്യമാക്കി. ഇന്ന് പകൽ കാലാവസ്ഥയുടെ മാറ്റത്തിലും മറ്റ് കാരണങ്ങൾ കൊണ്ടും പകർച്ചവ്യാധിയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. യേശു അത്ഭുതകരമായി സൗഖ്യമാക്കും. അടുത്ത് നിൽക്കുന്നവരെ, രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ തലയിൽ മേൽ പോയി കരം വെച്ചാട്ട് നിങ്ങളുടെ കരത്തിലൂടെ യേശു പ്രവർത്തിക്കുന്നത് കാണാം. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ നിന്റെ വചനത്തെ ഞങ്ങൾ ആ ജീവിതങ്ങളുടെ മേൽ അയക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന വചനത്തെ ഞങ്ങൾ
രോഗികളുടെ മേൽ അയക്കുന്നു. അവരിപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. Pastor Julian, thank you. It's a blessing to have you all from South Africa, and I'm sure you're leaving tomorrow night, and I pray that the Spirit of God will take each of you to greater levels. I'm sure you are given a prayer request. Could you read it and lead us in prayer? Hallelujah. I've got a prayer request here for Alistair Ben from Bangalore. Oh, from Bangalore. Alistair Ben from Bangalore. And his wife Esther Ben, who's 47 years old. We're going to pray for abdominal discomfort and total healing. We're also going to trust God for all the women out there that have discomfort in their abdominal body, and those that are suffering with cancer of the womb, in the uterus. Let's join our faith. You at home, you in your office, wherever you are watching, let's join our faith and pray. Pastor Julian, we have prayer requests coming from all across the globe. എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ നിന്നും നൂറുകണക്കിന് പ്രാർത്ഥന. We have 29,000 plus prayer requests on the altar. That many people are calling us every day, and the Spirit of God is touching them, healing them and bringing miracles. So as you pray, ഇന്ന് അദ്ദേഹം പ്രാർത്ഥിക്കാൻ പോകുക ക്യാൻസർ, പ്രത്യേകിച്ച് സഹോദരിമാർ, വയറ് സംബന്ധിക്കുന്ന രോഗങ്ങൾ, അതികഠിനമായ വേദന, മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ്സ്, യൂട്രസിനകത്ത് എന്തൊക്കെയാണ് പ്രോബ്ലംസ് എങ്കിലും എന്തെല്ലാം കാര്യങ്ങൾ ഡോക്ടർമാർ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നെങ്കിലും കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. യേശുവിൻ്റെ വചനം പറയുന്നു, Luke 1:37 says there is nothing impossible with God. As the man of God is going to lead us in prayer, കർത്താവിൻ്റെ only believe Jesus is going to heal you. യേശുവിൽ വിശ്വസിക്കുക. കർത്താവ് ഇപ്പോൾ തന്നെ സൗഖ്യമാക്കും. വയറിൽ കരങ്ങൾ വെച്ചാട്ട്. Yes Lord, people are keeping their hands on their lower abdomen. Could you lead us in prayer? Father God, I come to you right now. Lord, I pray in the name of Jesus. Lord, I pray for Esther and for every woman right now that is suffering with fibroids, with abdominal pain, abdominal discomfort, with cancer of the uterus, cancer of the womb. Right now, I take authority over it in the mighty name of Jesus. Lord, your word says that by your stripes we are healed. Father, your word says that healing is your children's bread. And Lord, your word says that with God all things are possible. I thank you, Father, for healing right now. I thank you, Father, for restoration of her womb, restoration of her abdomen right now in the name of Jesus. And Father God, as we stand together, as we stand in the gap, I thank you, Lord, that by your stripes that she is healed in Jesus' name. And Lord, we give you praise right now for healing all over right now in the name of Jesus Christ. Amen. ഈ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവം. പത്തനംതിട്ടയിൽ നിന്ന് മേരിക്കുട്ടി വിളിച്ചിരിക്കുന്നു. മൂത്ത ബ്രദർ മാത്യു ക്യാൻസർ ആണെന്ന് സംശയിക്കുന്നു. നാക്കിന് തടിപ്പുണ്ട്. പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾ മാത്യുവിനായി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ദൈവിക സൗഖ്യം ആ ജീവിതത്തിന് ഉണ്ടാവട്ടെ. കർത്താവെ, എല്ലാ സംശയങ്ങളും മാറട്ടെ. പൂർണ്ണ ആരോഗ്യമുള്ള ഒരു ശരീരത്തെ നീ പ്രദാനം ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ദൈവിക ധൈര്യത്തിൽ ആ ജീവിതത്തെ നിറയ്ക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ലില്ലി മലയൻകീഴിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. വിവാഹ വാർഷികമാണ്. 27ാമത്തെ വിവാഹ വാർഷികം. മകൾക്ക് കയ്യിൽ മുഴയുണ്ട്. മകന് മഞ്ഞപ്പിത്തം. ബിടെക്കിന് പഠിക്കുന്നു. പരിശുദ്ധ കർത്താവെ, ഞങ്ങൾ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകളുടെ കുടുംബജീവിതം 27 വർഷക്കാലം അത്ഭുതകരമായി ദൈവം നടത്തിയതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അത്ഭുത വിടുതലുകളും സൗഖ്യങ്ങളും അവർക്ക് ഉണ്ടാകട്ടെ. ദീർഘായുസിനെ ഞങ്ങൾ കൽപ്പിച്ചാക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളുടെ പഠനം ഏറ്റവും നന്നായി ചെയ്യുവാൻ തക്കവണ്ണം ദൈവിക പരിജ്ഞാനത്താൽ കുഞ്ഞുങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ മഞ്ഞപ്പിത്തത്തിന്റെ അണുക്കൾ പൂർണ്ണമായി പൈതലിന്റെ ശരീരാത്മദേഹി വിട്ട് പുറത്തു പോകട്ടെ. ദീർഘായുസും ബലവും ഉണ്ടായി വരട്ടെ. ആരോഗ്യത്തോടെ പാർപ്പാൻ നീ ദൈവം ഇടയാക്കുന്നതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. തിരുവല്ലയിൽ നിന്നും അഭിജിത്ത് വിളിച്ചിരിക്കുന്നു. കസിൻ രതീഷ് സാമ്പത്തികമായ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു. അവർക്ക് ഭവനം വേണം, വാങ്ങണം, ലോൺ ലഭിക്കണം. യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ജീവിതത്തിന് വേണ്ട ദൈവിക വിടുതലുകൾ നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, സകലവിധമായ സാമ്പത്തിക പ്രയാസങ്ങൾ ആ ജീവിതങ്ങൾക്ക് വിടുതൽ നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവർ ആഗ്രഹിക്കുന്നവർ ലോൺ അവർക്ക് ലഭിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ.
ആമേൻ. അമ്മണി കോട്ടയത്തുനിന്ന് വിളിച്ചിരിക്കുന്നു. രാത്രിയിൽ പൈൽസിന്റെ പ്രോബ്ലം കാരണം ഞരമ്പിന് ഭയങ്കര വേദന. പരിശുദ്ധ കർത്താവെ, ഞങ്ങൾ ഈ മാതാവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം തൊട്ട് തന്റെ മകൾക്ക് പൂർണ്ണ സൗഖ്യത്തെ ഞങ്ങൾ കൽപ്പിക്കുക. അത്ഭുതം, വിടുതൽ അവിടെ സംഭവിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെ മഹത്വം വെളിപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. മലയൻ കീഴിൽ നിന്ന് മോളി വിളിച്ചിരിക്കുന്നു. കൊച്ചുമകൾ അമ്മു പനിയും ചുമയാനും ഭാരപ്പെടുന്നു. പ്രിയപിതാവേ, കർത്താവേ, കുഞ്ഞിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക സൗഖ്യം ഇപ്പോൾ തന്നെ കുഞ്ഞിനുമേൽ ലഭിക്കുമാറാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം ഉണ്ടാവട്ടെ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. റിജി കാട്ടാക്കടയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. കസിൻ കുഞ്ഞുമോൻ ക്യാൻസറിനാൽ ഭാരപ്പെടുന്നു. പൂർണ്ണ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കണം. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ ആ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപകളെ കുറിച്ച് ചിന്തിച്ച് ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുന്നവനായി തീരുവാൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. പൂർണ്ണ സൗഖ്യവും ആരോഗ്യം വീണ്ടും വരുവാൻ ഞങ്ങൾ കൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ. നെയ്യാറ്റിൻകരയിൽ നിന്ന് സോണി വിളിച്ച് പറഞ്ഞിരിക്കുന്നു, മകൻ ജിജോയ്ക്ക് സ്കോളർഷിപ്പിൻ്റെ എക്സാം ഉണ്ട്, പക്ഷേ മോൻ സൗഖ്യമില്ലാതെ ആയിരിക്കുന്നു. പൂർണ്ണമായും സൗഖ്യം ലഭിക്കണം, അതുപോലെ എക്സാം നന്നായിരിക്കേണ്ടതിനുണ്ട് പ്രാർത്ഥിക്കാണ്ട് പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്നു. തിരുവല്ലയിൽ നിന്ന് ജോർജ് വിളിച്ച് പറഞ്ഞിരിക്കുന്നു, മകൻ ജിബു ജോർജ് എക്സാം ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും നമ്മൾ പ്രാർത്ഥന ചോദിക്കുന്നു. അതുപോലെ അനേക എൻട്രൻസ് കോച്ചിങ്ങിന് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നു. ഇൻ്റർവ്യൂ, എക്സാം, അതിനുവേണ്ടി തയ്യാറാകുന്ന ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങളിപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒന്നിച്ച് കരങ്ങൾ ഉയർത്തി നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപയും നിറവും അവരുടെ മേൽ വ്യാപരിക്കേണ്ടത് എല്ലാവരും പ്രാർത്ഥിക്കും. പാസ്റ്റർ രാജൻ പ്രാർത്ഥന നയിക്കുന്നതായിരിക്കും. பரலோக பிதாவே, இந்த நல்ல நேரத்துக்காக நாங்கள் உமக்கு நன்றி செலுத்துகிறோம். இந்த நாளில் எக்ஸாமுக்காக ஆயத்தமாக இருக்கிற ஒவ்வொரு பிள்ளைகளுக்காக நாங்கள் ஜெபிக்கிறோம். ஒவ்வொரு பிள்ளைகளுக்கு வேண்டிய நல்ல ஞானமும் அறிவும் புத்தியும் ஆண்டவரை விவேகம் ஆண்டவருடைய பிள்ளைகளுக்கு கொடுக்கும்படியாக ஆண்டவரை இயேசுவின் நாமத்தில் நாங்கள் ஜெபிக்கிறோம். ஆண்டவரை இந்த நாளில் இன்டர்வியூக்கு அட்டென்ட் பண்ணுகிற ஒவ்வொரு பிள்ளைகளுக்காக ஜெபிக்கிறோம். ஆண்டவரை நல்ல முறையில் இன்டர்வியூ அட்டென்ட் பண்ணி ஆண்டவர்களுக்கு வேலை கிடைக்கத்தக்கதாக என் தேவனாகிய கர்த்தர் உதவி செய்வீராக. இந்த நாள் வேலையிலே பாரப்படுகிற ஒவ்வொரு பிள்ளைகளுக்காக ஜெபிக்கிறோம். தேவனாகிய கர்த்தர் ஆண்டவரே, உங்களுடைய பாரங்களை அறிந்திருக்கிற தேவன் அவர்களுக்கு ஒரு நல்ல வேலைகளை கொடுக்கும்படியாக, அவர்களை உயர்த்தி வைக்கும்படியாக ஆண்டவரே இயேசுவின் நாமத்தில் நாங்கள் ஜெபிக்கிறோம். ஆண்டவரே, கண்ணீரோடு கவலையோடு கூட பிரயாசங்களோடு கூட கடந்து போகிற ஒவ்வொருவருக்காக ஜெபிக்கிறோம். இயேசுவின் நாமத்தினாலே உடைய கண்ணீர் துடைப்பதாக, உடைய பாரங்கள் மாறுவதாக, உடைய கவலைகள் நீங்குவதாக. இயேசுவின் நாமத்தினாலே எல்லாருக்கும் ஒரு விடுதலை உண்டாகட்டும் என்று சொல்லி ஜெபிக்கிறோம். യേശുവിൻ മൂലം ജപിக்கிறோம் നല്ല പിതാവേ, ആമേൻ. പ്രേയിങ് കേരളയിൽ ഒരുപാട് മക്കള്, കൊച്ചു കുഞ്ഞുങ്ങള്, മാതാപിതാക്കള് അവരുടെ ബർത്ത്ഡേയ്സ് ആളുകൾ വിളിച്ചു പറയുന്നു. എല്ലാ ദിവസവും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് കേക്ക് ഒന്ന് മുറിക്കണമെന്ന്. സോ ഞങ്ങൾ ചിന്തിച്ചു, എല്ലാ ദിവസവും കേക്ക് മുറിക്കാൻ പോകുമ്പോൾ നമുക്കൊരു 10 മിനിറ്റെങ്കിലും പോകും. ആഴ്ചയിൽ ഒരു ദിവസം എല്ലാവർക്കും വേണ്ടി കേക്ക് മുറിക്കാമെന്ന് വെച്ചു. സോ സാറ്റർഡേ പകൽ നമ്മൾ കേക്ക് മുറിക്കും. തീർച്ചയായിട്ടും താങ്കളുടെ പ്രിയപ്പെട്ടവരോ മക്കളോ കുടുംബാംഗങ്ങളോ ഒക്കെ ബർത്ത്ഡേസ് ഉള്ളപ്പോൾ അത് വിളിച്ചു പറയണം. പ്രത്യേകം പ്രാർത്ഥിക്കും. മാത്രമല്ല, സംവത്സരങ്ങളെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നത് യേശുവാണ്. ബൈബിൾ അത് വ്യക്തമാണ്. അതുകൊണ്ട് ഈ ബർത്ത്ഡേസിൽ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രയോജനം അവിടെയാണ്. 2 കരങ്ങളും ദൈവസന്നിധിയിൽ നന്ദിയോടെ ദൈവം ഇത്രത്തോളം നമ്മെ പരിപാലിച്ചതിന് കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യുമ്പോൾ നമ്മുടെ സണ്ണിച്ചായൻ, മാവേലിക്കരയുള്ള സണ്ണിച്ചായൻ നമ്മുടെ കേരളയുടെ ഒരു കുടുംബാംഗമാണ്. ആ സണ്ണിച്ചായന്റെ കൊച്ചുമകന്റെ ബർത്ത്ഡേ ആണ്, 2ാമത്തെ ബർത്ത്ഡേ ആണ്. ആവ് ജോഹാൻ അരുൺ എന്നാണ് ആ കൊച്ചുമകന്റെ പേര്. അവര് പൂനെയിലാണ്. അവന്റെ അമ്മയുടെ പേര് സിനി, ഫാദറിന്റെ പേര് അരുൺ. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് സണ്ണിച്ചായൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ഏവെന്നാണ് മോന്റെ പേര്. So we are going to sing this song for everyone who has birthdays through this week. Happy birthday to you. നമ്മൾ പാടുമ്പോൾ തന്നെ പാസ്റ്റർ റോബർട്ട് ആ കുഞ്ഞിന് വേണ്ടി കേക്ക് മുറിക്കും. പാസ്റ്റർ എല്ലാവർക്കും വേണ്ടി, കുഞ്ഞിനും വേണ്ടി, ബാക്കി എല്ലാവർക്കും വേണ്ടി. Come on, Pastor Robert. Happy birthday, God bless dear one. Happy birthday to you. May the good God bless you. May the good God bless you. എല്ലാവർക്കും വേണ്ടി Pastor Robert. God bless dear one. And we are going to pray for everyone who had a birthday this week and who's a birthday this week, today and tomorrow
until we see next time on Monday. തിങ്കളാഴ്ച പകൽ നമ്മൾ കാണുന്നത് വരെ ബർത്ത്ഡേസ് ഉള്ള എല്ലാവർക്കും വേണ്ടി അതുപോലെ തന്നെ പാസ്റ്റർ പ്രത്യേകിച്ച് നമ്മുടെ പ്രേയിങ് കേരളയില് കർത്താവ് സാമ്പത്തികമായും പ്രാർത്ഥനയിലും നമ്മളെ കൂടെ നിൽക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി വിശിഷ്യാൽ പ്രാർത്ഥിക്കാൻ പോയി. എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ കർത്താവ് കൊടുക്കുന്ന ചെറിയ തുകയാണെങ്കിൽ അവരുടെ ഇല്ലായ്മയിൽ നിന്ന് അർപ്പിക്കും, അവരെ കർത്താവ് അനുഗ്രഹിക്കും. പാസ്റ്റർ റോബർട്ട്, could you lead us in prayer in Hindi? Amen. Since you come from Delhi, please pray. परमेश्वर पिता, yes Lord, आपके बेटे यीशु मसीह के नाम से पवित्र आत्मा की सहायता से आपके समूह में आते हैं. आज हमारा ये कार्यक्रम को कितने भी लोग देख रहे हैं उनको आशीषित करते हैं. पवित्र आत्मा, आपने एक बात कहा है, दिस डिक्रीज हैज कम फॉर ग्रेट इंक्रीज. परमेश्वर, यदि हमारा प्रोग्राम देखने वाले लोगों की जीवन में आज वो बर्थडे बना रहे हैं, एनिवर्सरी बना रहे हैं, कोई खुशी बात की बना रहे हैं, पवित्र आत्मा हम एक साथ इकट्ठे होकर आत्मा में उनको आशीषित करते हैं. पवित्र आत्मा, अब्राहम की जीवन में कितना भी आशीष आपने दिया है, वो सारे आशीष आज उनके जीवन में आ जावे. पवित्र आत्मा, आपके बेटे यीशु मसीह ने हमारे लिए खून दिया. पवित्र आत्मा, उसके द्वारा जो भी आशीष हमने पाया है, उन तमाम आशीष को पिता पुत्र पवित्र आत्मा के नाम से इस कार्यक्रम को थ्रू एक को हम देना चाहते हैं. पवित्र आत्मा, आप उनको मदद करें, मानित करें. परमेश्वर, हम प्रार्थना करते हैं कि उनकी हर एक जरूरत को, उनकी हर एक इच्छा को ये नया साल में परमेश्वर जो भी वो चाहते हैं वो तमाम बातों को पूरा करने के लिए हम प्रार्थना करते हैं. परमेश्वर पिता, आप वाद विवाद का परमेश्वर नहीं है, आप वायदा को पूरा करने का परमेश्वर है. आप मदद कर पवित्र आत्मा. ये प्रार्थना यीशु मसीह के नाम से मांगते हैं, सुनो और ग्रहण कर पिता. आमीन, आमीन, आमीन. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സാന്നിധ്യം ഒരു യാത്ര ചെയ്യുന്നവരോട് കൂടി ഇരിക്കേണ്ടതിനായി നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. അനേകർ യാത്രയായിരിക്കുന്നുണ്ട്, യാത്ര കടന്നു പോകുന്നവരുണ്ട്. ദൈവത്തിന്റെ കൃപ അവരുടെ മേൽ ഉണ്ടാകേണ്ടതിനായി, പരിപാലനം അവരുടെ മേൽ ഉണ്ടാകേണ്ടതിനായി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഓരോരുത്തരുടെ യാത്രയിൽ ഞങ്ങളുടെ സാന്നിധ്യം കൂടിയിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, മുൻപടയായി പിൻപടയായി ഞങ്ങളുടെ സാന്നിധ്യം കൂടി ഇരുന്നാട്ടെ. യാത്രയിൽ ക്ഷേമം നൽകണം, ആരോഗ്യത്താൽ ബലത്താൽ കർത്താവേ ഓരോരുത്തരെ അങ്ങ് നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിവിധ ദേശങ്ങളിലായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം അവരുടെ കൂടി ഇരിക്കണം. പൂർണ്ണമായ വിടുതലും ആശ്വാസം കർത്താവ് ഓരോരുത്തർക്ക് നൽകി കൊടുക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ. Oh yes. എല്ലാവരും ചേർന്ന് അറിയാം, ഈ നാളുകളിൽ കഴിഞ്ഞ 2-3 മാസങ്ങളായി ആന്ധ്രാപ്രദേശില് ആന്ധ്രയെ വിഭജിക്കുന്നതിനോട് ഉള്ള ആശയത്തെ തുടർന്ന് സമരങ്ങളാണ്. ഒരു കാലത്ത് വിഭജിക്കണം എന്നും പറഞ്ഞ് സമരം നടന്നു. ഇപ്പോൾ വിഭജിക്കരുത് എന്ന് പറഞ്ഞ് സമരങ്ങൾ നടക്കുന്നുണ്ട്. ഓഫീസുകൾ അവധി, കോളേജുകൾ സ്കൂളുകൾ അടഞ്ഞു കിടക്കുന്നു. ഒരുപാട് പേര് പട്ടിണിയിലൂടെ കടന്നു പോകുന്ന ആന്ധ്രയുടെ ഒരുപാട് ജില്ലകളിൽ, ഗ്രാമങ്ങളിൽ പോയ ഒരു വ്യക്തി എന്ന നിലയിൽ അവിടുത്തെ ജനജീവിതത്തെക്കുറിച്ച് അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ, തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവ് സംസ്ഥാനത്തോട് കരുണ തോന്നേണ്ടതിനായി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. യെസ്, we have a brother, Pastor Vinod, with us from Andhra Pradesh, and we know what is happening over there. നമുക്ക് എല്ലാവർക്കും അറിയാം, പത്രങ്ങളിലൂടെ നമ്മൾ അത് അറിയുന്നുണ്ട്. മിക്ക കാര്യങ്ങളും നമ്മൾ അറിയുന്നതിനേക്കാൾ വളരെ രൂക്ഷമായ നിലയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. So we are going to pray and bless Andhra Pradesh. God's will be done over there. Let there be an order in the entire state. So could you lead us in prayer in Telugu? Yes, please. రండి అందరం కలిసి ఆంధ్రప్రదేశ్ కొరకు ప్రార్థన చేద్దాం. తల వంచండి, కళ్ళు మూసుకోనండి. క్లోజ్ యువర్ ఐస్, విల్ ప్రే ఫర్ ఆంధ్ర.
మహోన్నతుడా, కృప కలిగిన దేవా, మీకు వందనాలు చెల్లిస్తున్నాం. ఈ ఉదయం నీ బిడ్డలతో కలిసి ప్రభువా నీ సన్నిధికి వచ్చాం. ఆంధ్రదేశం అంతా నాయన అల్లకొల్లోలంగా ఉంది. నీవు మాత్రమే నాయన దానిని బాగు చేయగలవు. నీ రక్తము అక్కడ పోసి ప్రభువా నాయన ఇదిగో నాయన అస్తవ్యస్తంగా ఉన్న ప్రతి దానిని మీరు ఘాట్లో నడిపించమని ప్రార్థన చేస్తున్నాం ప్రభువా. నాయన ఇదిగో ప్రజలలో ఒకరి మీద ఒకరికి ద్వేషాన్ని తొలగించండి. నాయన ఇదిగో ప్రభువా అక్కడ వస్తున్న గాలి వాన తుఫాన్లన్నింటినీ మీరు గద్దించమని ప్రార్థన చేస్తున్నాం ప్రభువా. ఇదిగో రక్షణ లేని వారందరికీ రక్షణ దయచేయమని ప్రార్థన చేస్తున్నాం. నీ బిడ్డలుగా ఏక మనస్సుతో నాయన ఈ ఉదయం మేము ప్రార్థన చేస్తూ ఉండగా ఆత్మదేవ నీవు అక్కడ కార్యము జరిగించమని ప్రార్థన చేస్తున్నాం. నమ్ముడు నీ వలన అయితే నమ్మువానికి సమస్తము సాధ్యమని చెప్పావు. నీ కార్యాల కొరకు మేము ఎదురు చూస్తూ యేసు పరిశుద్ధ నామమును బట్టి അടുകുచున్నాను తండ్రి, ആമേൻ. സൂസൻ മാവേലിക്കരയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. യൂട്രസിൽ പ്രോബ്ലം, സ്കാനിംഗ് റിസൾട്ട് നോർമൽ ആകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ അവിടുന്ന് വചനമായിട്ടൊരു പൂർണ്ണ സൗഖ്യം കൊടുക്കുന്ന ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് മറുപടി തരുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. സ്റ്റീഫൻ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. വൈഫിന് പെൻഷൻ കിട്ടുവാനുള്ള തുക കിട്ടണം. കാൽമുട്ടിന് തേയ്മാനം. പരിശുദ്ധ കർത്താവെ, ഞങ്ങൾ ആ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകളുടെ അധ്വാന ഫലം അവൾക്ക് ലഭിപ്പാൻ തക്കവണ്ണം ഇടയാകേണ്ടത് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തടസ്സകാരണമായി നിൽക്കുന്ന സകല സാഹചര്യങ്ങളും വിട്ടുപോകട്ടെ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയോടെ വെളിപ്പെടുവാൻ ഇടയാക്കണം. തന്റെ മകളുടെ കാലുകൾക്ക് ബലം നൽകി തന്റെ മകളെ എഴുന്നേൽപ്പിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ പ്രിയപിതാവേ. ഗ്രേസി ചെങ്ങന്നൂരിൽ വിളിച്ചിരിക്കുന്നു. മകൾക്ക് +2 പഠനം പ്രയാസമാണ്, പ്രാർത്ഥിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ മോളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ മോക്ക് പഠിക്കുവാനുള്ള ബുദ്ധി ആരോഗ്യം ഉണ്ടാകട്ടെ. ഒരു ഉന്നത വിജയം കരസ്ഥമാക്കേണ്ട കർത്താവിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കുഞ്ഞുമോൾ ചെങ്ങന്നൂരിൽ വിളിച്ചിരിക്കുന്നു. ഏഞ്ചലിന്റെ വിവാഹം നടക്കണം. പരിശുദ്ധ കർത്താവെ, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തക്ക തുണയെ തക്ക സമയത്ത് ഒരുക്കി കൊടുക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ കരം അവിടുന്ന് പ്രവർത്തിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായി വരട്ടെ. അത്ഭുതം കണ്ട് ആനന്ദിപ്പാൻ ഇടയാക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. വിളിച്ചിരിക്കുന്നു. മകൻ മീൻ പിടിക്കാൻ കടലിൽ പോയിട്ട് ഒന്നും ലഭിക്കുന്നില്ല, പ്രാർത്ഥിക്കണം. ഭർത്താവ് മദ്യപാനിയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ മകന്റെ തൊഴിലിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇല്ലായ്മയിൽ നിന്ന് സമൃദ്ധി കൊടുക്കുന്ന കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ തൊഴിലിൽ കർത്താവ് ഒരു അഭിവൃദ്ധി കൊടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പിതാവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആ മദ്യപാനത്തിന്റെ ആസക്തി പിതാവിന് വിട്ടുമാറട്ടെ. ദൈവികമായ സമാധാനം അനുഭവിക്കട്ടെ. എന്റെ കർത്താവ് പ്രാർത്ഥന കേട്ടു മറുപടി തരുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. വത്സല ജോസഫ് ചെങ്ങന്നൂരിൽ വിളിച്ചിരിക്കുന്നു. ലിബി MBA കഴിഞ്ഞു. ദുബൈയിൽ ഒരു ജോലി ലഭിക്കണം. പരിശുദ്ധ കർത്താവെ, ഞങ്ങൾ ആ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വഴിയും സത്യവും ജീവനുമായ യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് അവനൊരു പുതിയ വഴി തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ പ്രിയപിതാവേ. ഉപവാസ പ്രാർത്ഥനയിൽ ഞങ്ങളും ചേർന്ന് പ്രാർത്ഥിച്ചു. ജോലിയുടെ വിഷയത്തിൽ വളരെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അത്ഭുതകരമായി യേശു പ്രവർത്തിച്ചു. നല്ല ജോലി ലഭിച്ചു. റേച്ചൽ USA പേപ്പേഴ്സ് ശരിയാകണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് അറിയിച്ചിട്ടുണ്ട്. നമുക്ക് തീർച്ച പ്രാർത്ഥിക്കാം. അത്ഭുതകരമായി കർത്താവ് ആ വിഷയത്തിന് മേൽ പ്രവർത്തിക്കും. അമ്പൂരിയിൽ നിന്ന് ആശ വിളിച്ചു പറയുന്നത് ടൈഫോയിഡിനാൽ വളരെയധികമായി പ്രയാസപ്പെടുമ്പോഴാണ് പ്രാർത്ഥന കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചത്. പൂർണ്ണ സൗഖ്യം യേശു നൽകി. മാത്രമല്ല ടെസ്റ്റിൻ്റെ റിസൾട്ട് എല്ലാം നോർമലായി തീരുവാൻ കർത്താവ് ഇടയാക്കി. മകളുടെ വിവാഹ ആവശ്യത്തിനുള്ള ലോൺ സാങ്ഷൻ ആകണം, ഇന്ന് തന്നെ ലഭിക്കണം. ഞായറാഴ്ച പണം കൊടുക്കേണ്ടതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അത്ഭുതകരമായ ആ വിഷയത്തിന് മേൽ പ്രവർത്തിക്കും. മക്കളുടെ വിവാഹത്തെ സംബന്ധിച്ച് വിഷമിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. കഴിയുമെങ്കിൽ അവിടെ എഴുന്നേറ്റ് നിന്ന് രണ്ട് കരങ്ങളും ഞങ്ങളോടൊപ്പം യേശുവിൽ വിശ്വസിക്കുന്നതിന് അടയാളമായി ഉയർത്തിക്കൊണ്ട് ചേർന്ന് പ്രാർത്ഥിക്കാൻ. വിവാഹപ്രായമായ യുവതിയുവാക്കന്മാർക്ക് അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ബന്ധങ്ങൾ അത് നടത്തിയെടുക്കേണ്ടതിന് അവരുടെ മുമ്പോട്ടുള്ള ജീവിതത്തിന് ആവശ്യമായിരുന്ന എല്ലാ സാമ്പത്തിക സൗകര്യങ്ങളും കർത്താവ് കൊടുക്കേണ്ടതിന്, മാത്രമല്ല എല്ലാറ്റിലുപരിയായി ദൈവിക ബോധ്യത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബമായി തീരേണ്ടതിന് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ വിവാഹപ്രായമായ യൗവനക്കാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പല കാരണങ്ങൾ കൊണ്ട് നടക്കാതിരിക്കുമ്പോൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ തടസ്സങ്ങൾ പൂർണ്ണമായി മാറിപ്പോകട്ടെ. യേശുവിന്റെ അത്ഭുത പ്രവൃത്തി വ്യക്തമായി അവർ ഓരോരുത്തരും അനുഭവിക്കട്ടെ. കർത്താവെ, ആവശ്യങ്ങളിൽ അവരോടൊന്ന് കൂടെ ഇരിക്കണമേ. പ്രത്യേകിച്ച് കർത്താവെ, ഈ നീനയ്ക്കായി പ്രാർത്ഥിക്കുന്നവർക്ക് ലഭിക്കേണ്ട പണം വേഗം ലഭിക്കുവാൻ അവിടുന്ന് ഇടയാക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുക്കരം കൂടെ ഇരിക്കും. യേശുവിൻ നാമത്തിൽ പിതാവേ. നമ്മൾ പ്രത്യേകിച്ച് വെള്ളം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്.
അനേകം പേർ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വെള്ളം അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കുടിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ സൗഖ്യം ആകുന്നതായിട്ട് അനേകം പേർ സാക്ഷ്യം പറയുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ അറ്റൻഡ് ചെയ്തൊരു ഫോണിൽ എന്നോട് പറഞ്ഞത്, ഞങ്ങളൊരു പ്രയാസം വരുമ്പം വയ്യായെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോകണമായിരുന്നു പ്രാർത്ഥിക്കാനായിട്ട്. ഇപ്പൊ ടെലിവിഷനിലൂടെ ഞങ്ങൾ വെള്ളം കരങ്ങളിൽ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ യേശു ആ വെള്ളത്തെ അനുഗ്രഹിക്കുന്നു. അപ്പോൾ ആ വിളിച്ചു പറഞ്ഞ ആൾ പറയുന്ന വർഷങ്ങളായിട്ട് വയറിനകത്ത് എന്തോ പ്രോബ്ലം ആയിരുന്നു, അത് കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോയി. നമുക്ക് ഇന്ന് പകൽ പ്രാർത്ഥിക്കാം. യേശു അത്ഭുതങ്ങളുടെ ദൈവമാ. കരങ്ങളിൽ വെള്ളം എടുത്തായിട്ട് ഞാൻ ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ എഴുന്നേറ്റ് പോയി ഞാൻ വേറൊരു വിഷയം പറഞ്ഞു വന്നിട്ട് ഞാൻ തിരിച്ചു വരാം. മൂത്ത മകൾക്ക് കിഡ്നിക്ക് പ്രോബ്ലം ആയിരുന്നു, യൂറിനറി ഇൻഫെക്ഷനാലും ഭാരപ്പെട്ടുകൊണ്ടിരുന്നു. പൂർണ്ണ സൗഖ്യം കിട്ടേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആണ് അറിയിച്ചിരിക്കുന്നത്. ദൈവ പൂർണ്ണ സൗഖ്യം കിട്ടി. മൂത്ത മകൾക്ക് കിഡ്നി പ്രോബ്ലം ആയിരുന്നു, യൂറിനറി ഇൻഫെക്ഷൻ ആയിരുന്നു. പൂർണ്ണ സൗഖ്യം പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ചു. പ്രാർത്ഥിച്ച എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. കർത്താവിന് സ്തോത്രം. താങ്കളുടെ കരങ്ങളിൽ വെള്ളം താങ്കൾ കരങ്ങൾ എടുത്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പാസ്റ്റർ ജോൺ ഡാനിയൽ, thank you so much for being with us from Germany. We are going to pray and bless this water, and people are having the water in their hands now. Bible says whatever you bless shall remain blessed. So could you lead us in prayer in Tamil? Thank you. Yes. ആ വെള്ളം കരങ്ങളിൽ എടുത്ത് യേശുവിൽ വിശ്വസിച്ച് താങ്കളുടെ കരം ആ വെള്ളത്തിന്റെ മീതെ വെച്ചാട്ട്. வானத்தையும் பூமியும் உண்டாக்கியது ஆளுகின்ற சர்வ அதிகாரம் கொண்ட எங்கள் நல்ல தகப்பனே, ஆண்டவரே, இந்த தண்ணீர் உம்முடையது. நீர் இதை இப்பொழுது ஆசீர்வதித்து உம்முடைய ஜனங்களுடைய வியாதிகளை நீர் தீர்க்க போகிறபடினாலும் நன்றி ராஜா. ஆண்டவரே, விசுவாசத்தோடு நாங்கள் ஜெபிக்கிறோம். ஆண்டவரே, இப்பொழுதே பிதா குமாரன் பரிசுத்தாவின் நாமத்தினால் இந்த தண்ணீர் ஆசீர்வதிக்கப்படுவதாக. ஆண்டவரே, இந்த டிவியினூடா யார் யாரெல்லாம் இப்பொழுது பார்த்து கொண்டிருக்கிறார்களோ அவர்கள் மேலே கர்த்தருடைய கிருபை இப்பொழுது இறங்கி வரும்படியா நான் ஜெபிக்கிறேன். அந்த வீடுகளுக்குள்ளே தேவனுடைய வல்லமுள்ள ஆசீர்வாதத்தின் கரம் இப்பொழுது நீட்டப்படும்படியா நான் ஜெபிக்கிறேன். இயேசு கிறிஸ்து நாமத்தினால் இந்த நீர் ஆசீர்வதிக்கப்படுவதாக. ஆமென், ആമേൻ, ആമേൻ. ഹല്ലേലൂയ. യേശു നമ്മെ സ്വതന്ത്രരാക്കിയാൽ നമ്മൾ യഥാർത്ഥ സ്വതന്ത്രരാ. കർത്താവിൻ്റെ സന്നിധിയിൽ, യേശുവിൻ്റെ സന്നിധിയിൽ നമുക്ക് ശുഭമായ ഭാവിയുണ്ട്. തിങ്കളാഴ്ച പകൽ നമ്മൾ കാണുമ്പോൾ കർത്താവിൻ്റെ വലിയ വിടുതലോടെ ആയിരിക്കും നമ്മൾ കാണപ്പെടുന്നത്. ഇന്ന് യേശു ചെയ്ത തങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിച്ച വലിയ നന്മകളെ വ്യക്തമായി അറിയിക്കണം. യേശുവിൻ്റെ മഹത്വം നമുക്ക് അനുഭവിക്കാൻ ഇടയായിത്തീരും. മാത്രമല്ല, പല പ്രിയപ്പെട്ടവർ പല സ്ഥലങ്ങളിൽ നിന്ന് വിളിച്ചു ചോദിക്കുന്നു, ഞായറാഴ്ച ഇവിടെ വന്നാൽ നമുക്ക് ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കാൻ കഴിയുമോ? സഹോദരങ്ങളെ, ഞങ്ങൾക്ക് ഇപ്പോഴുള്ള സ്ഥലത്തിൽ ആ ഹോള് നിറഞ്ഞിട്ട് കുറേ മാസങ്ങളായി. അതുകൊണ്ടാണ് ഞങ്ങൾ താങ്കളെ പരസ്യമായിട്ട് ക്ഷണിക്കാത്തത്. എങ്കിലും താങ്കൾ അഥവാ അത്യാവശ്യമായിട്ട് വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും 7 മണിക്ക് ശേഷം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ താങ്കൾക്ക് വരുവാനായിട്ടുള്ള ക്രമീകരണങ്ങൾ, സ്ഥലം ഞങ്ങൾ പറഞ്ഞു തരാം. സമയം, വിവരങ്ങളെല്ലാം അറിയിക്കുന്നതായിരിക്കും. 7 മണിക്ക് ശേഷം താങ്കളുടെ പ്രാർത്ഥന വിവരങ്ങൾ, വിടുതലിൻ്റെ സാക്ഷ്യങ്ങൾ ഒക്കെ അറിയിക്കണം. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഈ ശുശ്രൂഷ മുമ്പോട്ട് പോകുവാൻ താങ്കളുടെ പങ്കാളിത്തം അത്യാവശ്യമാണ്, പ്രാർത്ഥന അത്യാവശ്യമാണ്. 2 കരങ്ങളും ഉയർത്തി ഇതുവരെയും കേരളയിലുള്ള എല്ലാ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. എല്ലാ നിലയിലും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രേയിങ് കേരള കുടുംബാംഗങ്ങൾ അവിടെ ലോകത്തിൻ്റെ ഏതു രാജ്യത്തായിരിക്കുന്നെങ്കിലും bless them, Lord. അവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുക. യേശുവിൻ നാമത്തിൽ പിതാവേ. മലങ്കിഴുന്ന് മോള് വിളിച്ച് പറഞ്ഞിരിക്കുന്നത് മകൻ്റെ പഠനത്തിൽ വളരെ പുറകോട്ടാണ്. അതുപോലെ തന്നെ മദ്യപാനം, പുകവലി എന്നീ ദുസ്വഭാവങ്ങളിൽ അവന് പിടിക്കപ്പെട്ടിരിക്കുന്നു. അവന് പൂർണ്ണമായി വിടുതൽ ലഭിക്കേണ്ടതിന്, ആ കുടുംബത്തിന്മേൽ ദൈവിക സമാധാനം ഉണ്ടാകേണ്ടതിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ച് കാട്ടാക്കട നാശം വിളിച്ചിരിക്കുന്നു. മകൻ അക്ഷയദാസ് LKGയിൽ പഠിക്കുന്ന PCMൻ്റെ എക്സാമിന് അവനോട് അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അപ്പോൾ ഇന്ന് രാധ വിളിച്ച് പറഞ്ഞിരിക്കുന്ന മകൻ അജയന് ആക്സിഡൻറ്റ് പറ്റി കൈ ഒടിഞ്ഞ് 7 വർഷമായി. പക്ഷേ ഇതുവരെ നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല. അത് ലഭിക്കേണ്ടതിന് പ്രാർത്ഥിക്കണം. വസ്തു വിൽക്കുവാൻ വഴി തുറക്കപ്പെടേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. വഴിയുടെ പ്രശ്നങ്ങൾ മാറേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ പഠിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ
കരം അവരോട് കൂടി ഇരിക്കണം. ദൈവിക ജ്ഞാനത്താൽ അവരെ നിറയ്ക്കണം. ഓർമ്മശക്തിയും ബുദ്ധിയും അവർക്ക് വർദ്ധിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുസ്വഭാവങ്ങളിൽ ഒന്നും കുഞ്ഞുങ്ങളാകപ്പെടാതെ കർത്താവ് അവരെ കാത്തുപരിഹരിക്കണം. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ വിടുതൽ അവർക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ ആ വസ്തു വിൽക്കേണ്ട വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ആക്സിഡന്റിന്റെ ആ കേസ് കർത്താവ് അതിന്റെ കർത്താവ് തുക ലഭിക്കേണ്ട വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനുള്ള തടസ്സങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ. മറികടന്ന് തെറ്റായ ദിശയിൽ വന്ന ബസ് ബൈക്കിലിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. രോഷാകുലരായ ജനം ബസ്സിന് തീ വെച്ചു. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ കേരളത്തിൽ അത്യാവശ്യമായിട്ട് മാറിയ പറ്റുകൾ. ഒരു പ്രാവശ്യം ശാസ്ത്രി റോഡിൽ കോട്ടയത്ത് ഞാൻ വാഹനം ഓടിച്ചു പോകുമ്പോൾ ഇതേപോലൊരു അനുഭവം. ദൈവം ഇറങ്ങി നിന്ന് സംരക്ഷിച്ചതുകൊണ്ട് ഇതുപോലൊരു അപകടത്തിൽ നിന്ന് ഒഴിവായിപ്പോയി. ഞാൻ ഓർമ്മപ്പെടുത്തേണ്ട സഹോദരങ്ങളെ, നമുക്ക് അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടായേ മതിയാകുകയുള്ളൂ. ഈ ഒരു സ്ഥിതിവിശേഷം മാറിയേ മതിയാകുകയുള്ളൂ. ടാക്സ് കൂട്ടുക അല്ല പരിഹാരം. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കണം മാത്രമല്ല, ഫലപ്രദമായി ഇങ്ങനെയുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ഒരു മെഷീനറി കൂടെ, നമുക്കൊരു സിസ്റ്റം കൂടെ ഉണ്ടാകണം. മാത്രമല്ല ജനം ഇതിനെക്കുറിച്ച് ബോധവാന്മാരാകണം. രണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് മാത്രമേ കൺഫ്യൂസ്ഡ് ആയ സിറ്റുവേഷനിൽ ഓർഡറിനെ, ക്രമത്തെ കൊണ്ടുവരുവാൻ പറ്റുകയുള്ളൂ. മനുഷ്യൻ്റെ തലച്ചോറ് മുഴുവൻ തോന്നിയതുപോലെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറിയിരിക്കുക. രണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാവർക്കും സുബോധം നൽകേണ്ടതിന് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, കേരളത്തിൽ, ഇന്ത്യയിൽ വാഹന ഗതാഗത മേഖലയിൽ സുരക്ഷിതത്വവും ദൈവിക ഓർഡറും ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, നന്മ കൊണ്ട് അവിടുന്ന് നിറയ്ക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിനാവശ്യമായ ഒരു സംവിധാനം ഇന്ത്യയിൽ ഉളവായി വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ. നമ്മുടെ കോൺഫറൻസിനെ കുറിച്ച് പറയാൻ അങ്കിളും ആന്റിയും നമ്മുടെ കൂടെ 2-3 ദിവസം. കോൺഫറൻസ് വളരെ വളരെ പ്രത്യേകം. എപ്പോഴും ഏത് രാജ്യത്ത്, ഏത് സ്ഥലത്ത് ബ്രേക്ക് കേരള ടീം ഓർ ഗ്രേസ് ചാപ്പൽ ഫോർ ദ നേഷൻസ് എന്ന ഈ ശുശ്രൂഷ നടത്തുന്ന കോൺഫറൻസുകൾ ഒരു കാര്യം മാത്രമേ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ. പരിശുദ്ധാത്മാവ് അഗ്നിനാവുള്ളവനായി ജീവിതങ്ങളുടെ മേൽ ഇറങ്ങി വസിക്കുന്നു. ആയിരങ്ങൾ കഴിഞ്ഞ ദീർഘവർഷങ്ങളായി കർത്താവിന് വേണ്ടി ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, ഹൈലി ക്വാളിഫൈഡ് ആൾക്കാർ, IT പ്രൊഫഷണൽസ് അവരുടെയൊക്കെ ജീവിത മേഖലകളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന കാണുവാൻ കഴിയുന്നു. ഞാൻ ഈ കോൺഫറൻസിൻ്റെ കാര്യം ഇവിടെ പറയുമ്പോൾ, ഇന്ന കോൺഫറൻസ് ഉച്ചയ്ക്ക് തീരും. അടുത്ത കോൺഫറൻസ് റൈസിംഗ് ഗ്ലോറി കോൺഫറൻസ് നമ്പർ 2 ഡിസംബർ 1st വീക്കിൽ വരുന്നു. ഇത്രയും മാസങ്ങൾ നമുക്കുണ്ട്. ഞങ്ങളത് ആഗ്രഹിക്കുന്ന ബ്രെയിൻ കേരള കുടുംബാംഗങ്ങളിൽ 100 പേർക്ക് വേണ്ടി മാത്രമായി ആ ശുശ്രൂഷ പരിമിതപ്പെടുത്തിക്കൊണ്ട് ക്രമീകരിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് തന്നെ ഡിസംബർ 1st വീക്ക് ഡിസംബറിൽ ആദ്യത്തെ ആഴ്ച. മിസ്റ്റർ ഹെർമൻ, Mr. Herman, okay. Tell me. Pastor, good morning. Good morning. We are very thankful about Praying Kerala. It has done a wonderful job, spiritual enlightenment in our life. I want to speak about rising glory. The word rising glory itself has given us a raise in our spiritual well-being. It is prophetic. It is prophetic, no doubt about it. I want to thank each and everyone here in this family that has put in all their effort and they work with a smile on their face. Oh, thank it you. is God's blessings, I can say this. Thank you. വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ കൃപയുടെ വ്യാപാരം ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഭവിക്കാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും വരാൻ പോകുന്ന കോൺഫറൻസിൽ. യെസ് മിസ്. Good morning, Pastor. Good morning, Miss. It's a great pleasure to be here. Okay. I just want to say that there was great anointing in the place. Amen. Yokes were broken. Yes. There was deliverance. Amen. People were set free from bondages. Yes. There was physical and emotional healings. Oh. In one word, I want to say it was a great Holy Ghost experience. Amen. And I want to thank all the pastors, all the anointed men of God who came from different parts of India and from different parts of the world to bless us. Thank you, thank you, thank you. Bless you too. And greater things are in store for us. സഹോദരങ്ങളെ, കർത്താവിൻ്റെ സന്നിധിയിൽ, യേശുവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കുന്നിടത്തോളം ഭാഗ്യവും സന്തോഷവും എന്താ. നമുക്ക് എല്ലാ ദിവസവും ജോലി ചെയ്യാൻ പറ്റും, പക്ഷെ എല്ലാ ദിവസവും നമുക്ക്
ഒന്ന് സമയം വേറിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. പക്ഷെ മുമ്പോട്ട് പോകണമെങ്കിൽ നമുക്കത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മൾ നിറയപ്പെടുമ്പോൾ, നയിക്കപ്പെടുമ്പോൾ സകല ക്ലേശങ്ങളുടെ മീതെ നമുക്ക് നിൽക്കുവാൻ പറ്റും. മാത്രമല്ല ഗ്രേസ് ചാപ്പൽ ഫോർ ദ നേഷൻസ്, ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങൾ നടത്തുന്ന ലീഡേഴ്സ് കോൺഫറൻസുകളിൽ ഞാൻ സന്തോഷത്തോടെ ഉണ്ട്. ആയിരക്കണക്കിന് ആളുകൾ വൈകാരിക മേഖലകൾ, ദാറ്റ് മീൻസ് ഹൃദയത്തിൽ 100 അനേക ദിവസങ്ങളായിട്ട് ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഭാരങ്ങളിൽ നിന്ന് മുൻപോട്ട് അവരെ വിടാതെ തടഞ്ഞു നിർത്തിയ ശക്തികളുണ്ടായിരുന്നു. അതൊക്കെ കർത്താവ് അവരെ വിടുവിച്ചു. അവർ യേശു കൊടുക്കുന്ന ഭാവിയിലേക്ക് അവരെ കടന്നു വരുന്നത് കാണാൻ ഞങ്ങൾക്കിടയാക്കുന്നു. താങ്കൾക്കും വേണ്ടി ഒരു അവസരം ഞങ്ങൾ ഒരുക്കുന്നു. 100 പേർക്ക് വേണ്ടി മാത്രം ഒരു കോൺഫറൻസ് ഡിസംബർ 1-ാം തീയതി 1-ാമത്തെ ആഴ്ചയിൽ വരുന്ന ഡേറ്റുകൾ സ്ക്രീനിൽ വന്നുകൊള്ളും. പിന്നീടുള്ള ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹാർവസ്റ്റ് ടെലിവിഷന് വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷ ലോകത്തിൻ്റെ 86 രാജ്യങ്ങളിൽ അവർ തത്സമയം എത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ നിലയിലും ആ കുടുംബം, ആ ടീം അനുഗ്രഹിക്കപ്പെടേണ്ടതിന് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. 2 കരങ്ങളും ഉയർത്തി എല്ലാവരും ആ സ്ഥലങ്ങളിൽ എഴുന്നേറ്റ്. I would encourage everyone to stand upon your feet. Yes, let's bless and pray for Harvest Television. Harvest Television കുടുംബത്തിനായി നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ we bless Harvest TV. കർത്താവേ, എല്ലാ നിലയിലും ഹാർവസ്റ്റ് ടെലിവിഷൻ ഇവിടെ അനുഗ്രഹിച്ച് വികസിപ്പിക്കും, നന്മ കൊണ്ട് നിറയ്ക്കണം യേശുവിന്റെ നാമത്തിൽ പിതാവേ. 3 മാസം പ്രായമായ കുഞ്ഞിന് ഹാർട്ടിന് വീക്കമായിരുന്നു. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥിച്ചതിന് ശേഷം ടെസ്റ്റുകൾക്കെല്ലാം പോയി, എല്ലാം നോർമൽ. അബ്നോർമൽ ആയിരുന്നപ്പോഴാണ് ടെസ്റ്റ് ചെയ്തത്. എല്ലാം നോർമലാക്കിയെടുത്ത കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. മിസ്റ്റർ മാത്യു കോഴഞ്ചേരി എന്ന് അറിയിച്ചിരിക്കുന്നത് കാനഡയ്ക്ക് പോകാനുള്ള പേപ്പേഴ്സ് ശരിയാകാൻ വേണ്ടി കഴിഞ്ഞ ദിവസങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. പ്രാർത്ഥനയുടെ ഫലമായി യേശു ചെയ്തത് എല്ലാ പേപ്പേഴ്സും ശരിയാക്കി. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. എല്ലാം മറന്നാലും ഇത് മറക്കരുത്. പ്രൈം കേരളയുടെ നമ്പർ മറക്കാം, പ്രൈം കേരളയെ മറക്കാം, ഞങ്ങളെ എല്ലാവരെയും മറക്കാം. മറക്കരുത്, യേശുവിൽ താങ്കൾക്ക് ശുഭമായ ഭാവിയുണ്ട്. You can forget everything, but please keep it in your mind. In Jesus, you have a bright future. യേശുവിൽ നമുക്ക് ശുഭമായ ഭാവിയുണ്ട്. 2 കരങ്ങളും ഉയർത്തി ചേർന്ന് ഉയർന്നത് യേശുനാമം, 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 യേശുനാമം ഉയർന്നത്. യേശുനാമം, 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 യേശുനാമം ഉയർന്നത്. താങ്കളുടെ ഏരിയയിൽ ഹാർവസ്റ്റ് ടെലിവിഷൻ ലഭിക്കുന്നില്ല, തീർച്ചയായിട്ടും താങ്കൾക്ക് കേബിൾ കണക്ഷൻ നൽകുന്നവരോട് പറഞ്ഞാൽ അവർ നല്ല മനസ്സോടെ ഈ പ്രാർത്ഥന താങ്കൾക്ക് എത്തിച്ചു തരും. പല കേബിൾ ഓപ്പറേറ്റേഴ്സും മറ്റു പ്രോഗ്രാമുകൾ മാറ്റിയിട്ട് ഈ പ്രാർത്ഥന മാത്രം 1 മണിക്കൂർ അവർക്ക് ട്യൂൺ ചെയ്ത് കൊടുക്കുന്ന വിവരങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട്. അവരെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. അവരുടെ ജീവിതത്തിൽ കർത്താവിന്റെ അത്ഭുതം അവരനുഭവിക്കുന്നു. തിങ്കളാഴ്ച കാണുന്നതുവരെ ഈ കർത്താവിന്റെ കൃപയിൽ എല്ലാവരെയും അത്ഭുതകരമായി കർത്താവ് പരിപാലിക്കട്ടെ. ആ 2 കരങ്ങളും ഉയർത്തി എല്ലാവരും ചേർന്ന് പാടി. എന്നേശുവേ നീ അത്ര നല്ലവൻ, 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 എന്നേശുവേ നീ അത്ര നല്ലവൻ. ഈ മണിക്കൂറിൽ വന്ന് ഇത്രയും പ്രാർത്ഥന